അവൻ എന്താ പറഞ്ഞത്? വാട്ട് ഹി സെറ്റ് തെറ്റാണ്. വാട്ട് ഹി സെറ്റ് തെറ്റാണ്. അതിന്റെ കറക്റ്റ് എന്താ? യെസ്, വാട്ട് ഡിഡ് ഹി സേ എന്ന് പറയുന്നത്. അവൻ എന്താ ഇപ്പോൾ വാട്ട് ഹി സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടാൽ മനസ്സിലായെങ്കിലും അത് ശരിക്കും തെറ്റാണ്. അപ്പോൾ വാട്ട് ഡിഡ്, ഇപ്പോൾ കഴിഞ്ഞു പോയതാണ്, അപ്പോൾ ഡിഡ് ചേർക്കുക. വാട്ട് ഡിഡ് ഹി സേ, അവൻ എന്താ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നീ എന്താ വാങ്ങിയത്? വാട്ട് യു ബോട്ട് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. വാട്ട് യു ബോട്ട് കേട്ടാൽ മനസ്സിലായെങ്കിലും ശരിക്കും അത് പറയേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ അയച്ചത് കഴിഞ്ഞു പോയതാണ്, ഡിഡ് ചേർക്കുക. വാട്ട് ഡിഡ് യു ബൈ. ഓക്കെ, വാട്ട് ഡിഡ് യു ബോട്ട് അല്ല, വാട്ട് ഡിഡ് യു ബൈ. ഓക്കെ, അതുപോലെ തന്നെ അവൻ എന്തിനാ അങ്ങോട്ട് പോയത്? വൈ ഹി വെന്റ് ദർ, തെറ്റല്ലേ? വൈ ഹി വെന്റ് ദർ, അവൻ എന്തിനാ അങ്ങോട്ട് പോയത്? എങ്ങനെ ശരിക്കും പറയാം? വൈ ഹി വെന്റ് ദർ അല്ല, വൈ ഡിഡ് ഹി ഗോ ദർ. മനസ്സിലായോ? അതുപോലെ അവൻ എപ്പോഴാണ് ഉറങ്ങിയത്? വെൻ ഹി സ്ലെപ്റ്റ് ആണോ? വെൻ ഹി സ്ലെപ്റ്റ് ആണോ? കേട്ടാൽ ശരിക്കും മനസ്സിലാവും, പക്ഷേ എന്താണ്? വെൻ ഡിഡ് ഹി സ്ലീപ്പ് ആണ്. വെൻ ഡിഡ് ഹി സ്ലീപ്പ്. ഈസി. അപ്പോൾ ഇതൊരു ഏറ്റവും ബേസിക് കോണ്ടന്റ് ആട്ടോ. ഇത് വളരെ ഈസി അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്തായാലും നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ഞാൻ വളരെ സിൻസിയറായിട്ട് പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യമായിട്ട് നിങ്ങൾ കുറേ ട്രൈ ചെയ്തു, കുറേ പൈസയും സമയമൊക്കെ കളഞ്ഞെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ജസ്റ്റ് 2 മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. റിസൾട്ട് ലിങ്ക് റീഫണ്ട് ഉണ്ട്. വളരെ ചെറിയ ഫീ, 3000 ഇന്ത്യൻ റുപ്പീസ് മാത്രമാണ് നമ്മൾ 2 മാസത്തെ കോഴ്സിന് ചാർജ് ചെയ്യുന്നത്. ഒരുപാട് ട്രഡീഷണൽ രീതിയിലൊന്നുമല്ല, ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾ തന്നെ അറിയാതെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ നിങ്ങളുടെ ഫ്രീ സമയത്ത് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. നല്ല റിസൾട്ടാണ്. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. 2 ദിവസം കൊണ്ട് നമുക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.